العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني وكن غناي الذي ما بعده فلس وكن فكاكي من أغلال عصياني تحية الصمد المولى ورحمته ما غنت البرق في أوراق أغصاني عليك يا عروة الوثقى ويا سند الأوقى ومن مدحه റൗഹി വറൈഹാനി. ആദരണീയരായ സാദാത്യങ്ങളെ, ശ്രേഷ്ഠരായ ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, പരിശുദ്ധമായ മാസം ദുൽഖഅദന്റെ അവസാനം വളരെ ശറഫാക്കപ്പെട്ട പള്ളി വെള്ളിയാഴ്ച രാവ് സ്വലാത്തിന്റെയും ദിക്റിന്റെയും ശ്രേഷ്ഠമായ മജ്ലിസ് എല്ലാ നിലയിലും അല്ലാഹു തആല ആദരിച്ച പുണ്യ സന്ദർഭത്തിലും പുണ്യ സമയത്തിലും പുണ്യഘട്ടത്തിലുമാണ് നാം കൂടിയത്. അല്ലാഹു തആല നമ്മൾ ഒരുമിച്ച് കൂട്ടിയതാണ്. ഈ ഒരുമിച്ച് കൂടലും സ്വലാത്തുകളും എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ നിസാരമായ പ്രവർത്തനങ്ങൾക്ക് വലിയ ഭാഗ്യം കിട്ടുവാൻ അല്ലാഹു തആല വെച്ചിരിക്കുന്ന ബമ്പർ സമ്മാനങ്ങൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മുൻകഴിഞ്ഞ തലമുറകൾ 12,000 കൊല്ലം ജീവിച്ചവരുണ്ട്, 24,000 കൊല്ലം ജീവിച്ചവർ, 80,000 കൊല്ലം ജീവിച്ചവർ, ഇങ്ങനെയെല്ലാം ആയുസ് കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഈ സമുദായത്തിന്റെ ആയുസ് എത്രയാ? 60-ന്റെയും 70-ന്റെയും ഇടയിൽ നബിയുനാ റസൂലുള്ളാഹി ഇത്രേ കുറച്ചതെന്തേ? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി യാത്രയാക്കപ്പെട്ട സമുദായമാണ് ഇത് എന്ന് പറഞ്ഞിട്ടും ഇത്ര അളവ് കുറച്ചതെന്തേ? അളവ് കുറച്ച് ബഹുമാനം, അതിന്റെ പവർ ഇരട്ടിപ്പിച്ചതാണ്. ഇതുപോലെ മുമ്പ് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് സ്വർണത്തിന് 60 റുപ്യ, 60 റുപ്പീസ് ഓൺലി, 60 റുപ്യ. ഇപ്പോഴോ 24,000 റുപ്യ. എത്ര ഇരട്ടിയായി? 60 ഗുണിക്കണം 400 സമം 24,000. 400 ഇരട്ടിയായി വർദ്ധിച്ചു. അത് അതിന്റെ മാത്രമെന്നല്ല, എല്ലാറ്റിനും തന്നെ സാധനങ്ങളുടെ വില ഉയർന്നത് നോക്കി. അപ്പൊ ചെറിയ പണികളെ കൊണ്ട് വലിയ പ്രതിഫലം കൊയ്തെടുക്കാൻ വേണ്ടി അല്ലാഹു തആല ഈ സമുദായത്തിന് പല ബമ്പർ സമ്മാനങ്ങളും വെച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിപരമായി ആ ഭാഗ്യക്കുറികളെല്ലാം സ്വീകരിക്കണം. അതിനാ പറയുന്നത്. 4 മാസങ്ങൾ അല്ലാഹു തആല യുദ്ധം ഹറാമാക്കപ്പെട്ട മാസം. മുഖം ചുളിക്കാൻ പോലും പാടില്ല, പരസ്പരം വിദ്വേഷം പാടില്ല, എല്ലാം മറന്നു കളയണം. എത്ര പട്ടികളെ പോലെ കടിച്ചു കീറുന്ന ആൾക്കാരായാലും ഇസ്ലാമിന്റെ തുടക്കത്തിന് മുമ്പ് പോലും, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ പോലും ആദരിച്ചിരുന്ന മാസങ്ങളാണ് ദുൽഖഅദ. ദുൽഖഅദന്റെ അറ്റത്താണ് നമ്മൾ ഉള്ളത്. ഇനി വരാനിരിക്കുന്നതും അങ്ങനത്തതാണ്, ദുൽഹിജ്ജ. അതിന്റെ അപ്പുറത്തതും തുടർച്ചയായി 3 പവിത്രമായ മാസങ്ങൾ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ആർക്കും വർണ്ണിക്കാൻ സാധിക്കാത്ത ഒരു മാസം അങ്ങ് മാറി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കി അതാണ് റജബ് മാസം. 3 തുടർച്ചയായിട്ട് 1 ദൂരപ്പെട്ടിട്ട്
4 പവിത്ര മാസങ്ങളെ പറ്റി ആയിരക്കണക്കായ പേജുകൾ കുത്തി നിറച്ചുകൊണ്ട് ബഹുമാനം കാണിക്കുന്നുണ്ട്. റഈസുൽ മുഫസ്സിരീൻ സയ്യിദന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ വിവരിക്കുന്നു, ഈ പവിത്രമായ 4 മാസങ്ങളിലുള്ള അമലുകൾ, ചെറിയ അമലുകൾക്ക് വലിയ പ്രതിഫലം. മണൽത്തരി പോലെ അമൽ ചെയ്താൽ പർവ്വതം പോലെ വാങ്ങാൻ കിട്ടുന്ന. അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. അരിയും തലയും മുറുക്കിയിട്ട് ഈ റേഷൻ വാങ്ങാനാന്ന് എല്ലാമെങ്കിലും ഒരു കിഴിവുണ്ട് എന്ന് പറഞ്ഞാൽ മാവേലി സ്റ്റോറിൽ കാവൽ കിടക്കുന്നില്ലേ, അതിനേക്കാണ് നമ്മൾ കാവൽ കിടക്കേണ്ടത്. ഓണം സമ്മാനം എന്ന് കേട്ടിട്ട് അതിന്റെ പിന്നാലെ നടക്കുന്നു. ക്രിസ്മസ് വരുമ്പോൾ അതിന്റെ പിന്നാലെ എന്തെങ്കിലും ഒരു 30%, 10%, അല്ലെങ്കിൽ 20% കിഴിവുണ്ടാവും. അല്ലെങ്കിൽ ഫോണിന് ചില ഫ്രീ ഉണ്ട് എന്ന് പറയും. അപ്പോഴേക്ക് അതിന്റെ പിന്നാലെ നടന്ന് നമ്മൾ ഏത് രൂപത്തിലാകേണ്ടത്? എങ്ങനെയാണ് മുഅ്മിനീങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ആരിഫീങ്ങൾ പറയുന്നു, ഖൗമൻ അലാ ബാബിഹി ലം യബ്റഹു അബദാ വഫീ സിവല്ലാഹി ഹും ലം യബ്ദുലൂ ഹിമമാ. ശരിയായ സ്പിരിറ്റുള്ള സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ ഖൗമുൻ, അവർ ഒരു വിഭാഗമാണ്. ഖൗമുൻ അലാ ബാബിഹി, അള്ളാഹുവിന്റെ ബാബിൽ, അള്ളാഹുവിന്റെ റിസർവേഷനിൽ ലം യബ്റഹു അബദാ, അവരെപ്പോഴും തപസ്സാണ്. ഒരു ഡോക്ടറെ കാണണ്ടെങ്കിൽ 10:30 മണിക്കാണ് ഡോക്ടർ വരുന്നത്. പക്ഷേ 8 മണിക്ക് തന്നെ ടോക്കൺ എടുത്തിട്ട് ഇങ്ങനെ കുത്തനെ ഇരിക്കുന്നു. അവർ തുറക്കുമ്പം തന്നെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അള്ളാഹുവിന്റെ ബാബ് എന്ന് പറഞ്ഞാൽ മഗ്ഫിറത്ത് എവിടെ കിട്ടും? എവിടെ റഹ്മത്ത് കിട്ടും? അള്ളാഹുവിന്റെ റഹ്മത്തിന് വിധേയമാകുന്ന ഏതെല്ലാം കവാടങ്ങളുണ്ടോ അവിടെ അവർ തപസ്സിരുന്ന് കൊണ്ടേയിരിക്കുന്നു എന്നാണ്. അതാ സത്യവിശ്വാസിന്റെ അടയാളം. വഫീ സിവല്ലാഹി ഹും ലം യബ്ദുലൂ ഹിമമാ, അള്ളാഹു അല്ലാത്ത ഒരു കാര്യത്തിലും അവർ മസ്തിഷ്കം ചെലവാക്കുന്നില്ല, നാം മൈൻഡ് കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ കിട്ടിയ ഈ വിഭവങ്ങൾ സ്വീകരിക്കണം. ദുൽഖഅദ മാസത്തിലും ദുൽഹിജ്ജ മാസത്തിലും മുഹറം മാസത്തിലും തുടർച്ചയായ 3 പവിത്രമായ മാസങ്ങളും വളരെ ദൂരപ്പെട്ട റജബ് എന്ന മാസങ്ങളും. റജബാകുമ്പോൾ നമ്മൾക്ക് അതിനെപ്പറ്റിയും കുറെ പറയാനുണ്ട്. റജബ്, ശഅബാൻ, റമളാൻ, അതിന്റെ പ്രത്യേകമായ ഒരു ക്ലാസ്സുകൾ, അതിന്റെ ഉത്ബോധനങ്ങളെല്ലാം വേറെ വരാനുണ്ട്. നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഇനി 9 മണിയായിപ്പോ 190 മണിക്കൂർ പൂർത്തിയാകലോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പ്രഖ്യാപിച്ചതായ ദുൽഹിജ്ജ മാസത്തിലേക്കാണ് വരുന്നത്. ഒരു വ്യത്യാസവും വരൂല. നോക്കിക്കോ, 2-ാം തീയതി വെള്ളിയാഴ്ച അസ്തമിക്കുന്നതോടുകൂടി ദുൽഹിജ്ജയിലേക്ക് കിടക്കുന്നു. മാസം കണ്ടിട്ടുണ്ടോ? ഖാദിമാരെടുക്കണ്ടേ, ആരെടുത്താലും നിങ്ങൾ അത് നടപ്പിലായിട്ട് നോക്കിക്കോ. വെള്ളിയാഴ്ച അസ്തമിക്കുന്ന ശനിയാഴ്ച രാത്രി ദുൽഹിജ്ജ പ്രഖ്യാപിക്കും. അത് മാസം കണ്ടെടുത്താൽ മതി, എന്റെ ഈ വാക്കുകൊണ്ട് എടുക്കണ്ട. സെപ്റ്റംബർ 2-ാം തീയതി. മണിക്കൂർ എത്രയുണ്ട്? 190 ഉണ്ട്. വൽ ഫജ്രി വലയാലിൻ അശ്ർ. അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജയിൽ നിന്നുള്ള ആദ്യത്തെ 10 ദിവസം. ദുൽഹിജ്ജ മാസം എല്ലാ നിലയിലും ചമയിക്കപ്പെട്ട മാസമാണ് എന്നാണ്. ഹജ്ജുൽ അക്ബർ, അള്ളാഹുവിന്റെ ആ കൽപ്പന പ്രകാരമുള്ള 40 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷം ആൾക്കാർ മക്കയിൽ ഒരുമിച്ച് കൂടുന്ന മാസം ദുൽഹിജ്ജ മാസം. 3 പത്തുകൾ അല്ലാഹു തആല സമ്മാനിച്ചിട്ടുണ്ട്. റമളാൻ മാസത്തിന്റെ അവസാനത്തെ 10, ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10, മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 വളരെ ശർഫാക്കപ്പെട്ടത്. അതൊന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഈ സമുദായത്തിന് അല്ലാഹു തആല കൊടുത്ത കൈനീട്ടങ്ങളാണിത്. അപ്പൊ ദുൽഹിജ്ജ ആവലോടുകൂടി ഉത്ബുദ്ധരായി ചിന്തിച്ച് നല്ല രൂപത്തിൽ പ്രവർത്തിക്കണം. ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ വൽ ഫജ്രി സൂറത്ത് ഓതിക്കൊണ്ടേയിരിക്കണം. മിനിമം 1, ഏറിയാൽ കണക്കില്ല. ഫത്ഹുൽ മുഈൻ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് വൽ ഫജ്രി ഓതണം. ഫി അശ്രി ദുൽഹിജ്ജ, ദുൽഹിജ്ജന്റെ 10 ദിവസങ്ങളിൽ
ഏറ്റവും ചുരുങ്ങിയത് ഓരോ പ്രാവശ്യമെങ്കിലും. തർസീഹ് എന്ന കിതാബിന്റെ മറുഭാഗത്ത് പ്രധാനമായും സൂക്ഷിക്കേണ്ടുന്ന അദ്കാറുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകമായ ഗ്രന്ഥം അതിന്റെ മറുവശത്തുണ്ട്. അതിലും കൊടുക്കുന്നുണ്ട് അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, എന്നെന്നും ബാക്കിയാകുന്ന സൽക്രമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ദുൽഹിജ്ജന്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ വൽ ഫജ്രി ഓതുക. പിന്നെ ഏറ്റവും കേമമായ അമലാണ് ഉൽഹിയ്യത്ത്. അതിന് ഉദ്ദേശിക്കുന്നവർ മാത്രം, ഉൽഹിയ്യത്തിന് ഉദ്ദേശിക്കുന്നവർ ദുൽഹിജ്ജ മാസം അറിഞ്ഞത് മുതൽക്ക് കഴിയുന്നത് വരെ ശരീരത്തിൽ നിന്ന് ഒരു വസ്തുവും നീക്കാൻ പാടില്ല. മുടി നീക്കാൻ പാടില്ല. മൂക്കിന്റെ മുടിയോ മീശന്റെ മുടിയോ കക്ഷത്തിന്റെ മുടിയോ അല്ലെങ്കിൽ ഗുഹ്യസ്ഥാനത്തെ മുടിയോ നഖങ്ങളോ ഒന്നും, എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ അവിടെ ഭാരം കാണിച്ചു കൊടുക്കേണ്ടതാണ്. അറുത്ത് കഴിയുന്നത് വരെ. അറുത്ത് കഴിഞ്ഞാൽ അതെല്ലാം നീക്കല്, അതും കർശനമായ ഓർഡറാണ്. മുടിയെടുക്കല്, നഖമുറിക്കല് എല്ലാം കറാഹത്ത്. എത്രത്തോളം ഇടയിൽ നിന്ന് വെള്ളിയാഴ്ച വരും ഉറപ്പല്ലേ? 1-ന്റെയും 10-ന്റെയും ഇടയിൽ തന്നെ ആയാലും വെള്ളിയാഴ്ച വരുന്നില്ലേ? വെള്ളിയാഴ്ച വന്നാലും എടുക്കാൻ പറ്റൂല. പലർക്കും ഇഹ്റാം കെട്ടേണ്ടി വരും, എന്നാലും നിവൃത്തിയില്ല എന്നാണ്. ആർക്കെങ്കിലും മുടിയെടുത്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ദുൽഹിജ്ജ മാസപ്പിറവി കാണുന്നതിന് മുമ്പ് തന്നെ എടുത്ത് വെച്ചോളൂ. അങ്ങനെ രക്ഷപ്പെടണമെന്ന് അത്ര ആഗ്രഹമുണ്ടെങ്കിൽ അറുത്ത് തീരുന്നത് വരെ അതൊന്നും പാടില്ല. പിന്നെ നോമ്പെടുക്കാൻ, സുന്നത്ത് നോമ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട സുവർണാവസരമാണ് ദുൽഹിജ്ജ. ആദ്യത്തെ പെരുന്നാൾ വരെയുള്ള ദിവസങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8, 9 വളരെ പേര് കേട്ടത്. അപ്പൊ നോമ്പെടുക്കണം 3-ാം തീയതി മുതൽക്ക്. ദുൽഹിജ്ജ 1 മുതൽക്ക് തന്നെ എല്ലാവരും സുന്നത്ത് നോമ്പിൽ പ്രവേശിക്കണം. വളരെ ശക്തമായ സുന്നത്തുകളാണ്. അതിന്റെ 8-ാം ദിവസത്തിലുള്ള നോമ്പ്. പിന്നെ 1 മുതൽക്ക് തന്നെ ആദ്യത്തെ 10 ദിവസം ആട്, മാട്, ഒട്ടകങ്ങൾ ഇവയെ കാണുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്യുമ്പോൾ തക്ബീർ അടിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എത്ര പ്രാവശ്യം കാണുന്നുവോ അത്രയും പ്രാവശ്യം. അത് ഉളിയത്തെറുക്കാൻ പറ്റിയ പ്രായത്തിലുള്ള ജന്തു ആയാലും അല്ലെങ്കിലും, ചെറിയ കുഞ്ഞി പശുവിനെ കണ്ട് അല്ലെങ്കിൽ ഒട്ടക അല്ലെങ്കിൽ എന്തിനെ കണ്ട്, പോത്തിനെ കണ്ട് അറുക്കാൻ മാത്രമുള്ള പ്രായമൊന്നും ആയിട്ടില്ല. കാരണം എന്താ, നമ്മൾക്ക് 2 വയസ്സ് കാമിലാകണം, അറുക്കണം. പശുവിനും വേണം, പോത്തിനും വേണം, എരുമക്കും വേണം, ആട്ടിനും വേണം. നെയ്യാട് എന്ന് പറഞ്ഞ സാധനം ഈ ഭാഗത്തേ ഇല്ല, നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ മൗജൂദായിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ എന്ത് വേണം? 2 വയസ്സ് പരിപൂർണം തികയണം. 1.5 വയസ്സായാൽ പോരെ, നല്ല തടിയുണ്ട്, 1 തടി ഉണ്ടായാലും പോരാ. 2 വയസ്സിൽ നിന്ന് 1 സെക്കൻഡ് ഒഴിവാക്കി കൊടുക്കൂല. അറുക്കാനുള്ള പ്രായം എത്തിച്ച മൃഗമായാലും അല്ലാത്ത മൃഗമായാലും കണ്ടാൽ അള്ളാഹുവിനെ തക്ബീർ രേഖപ്പെടുത്തുക. അല്ലാഹു അക്ബർ. വീണ്ടും കാണും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പിന്നെ നോമ്പുകളുടെ കൂട്ടത്തിൽ 1, 2, 3 അങ്ങനെ പോകുന്ന നോമ്പില് 8-ാം ദിവസത്തെ നോമ്പ് തർവിയത്തിന്റെ നോമ്പ് എന്നാണ്. തർവിയത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം ശേഖരിക്കുന്ന ദിവസം എന്നാണ്. പണ്ട് മക്കയില്, മിനയില്, അറഫയില്, മുസ്ദലിഫയില്, ജംറയില് ഒന്നും പച്ചവെള്ളം ഉണ്ടാവില്ല, ഒന്നും. 8-ാം ദിവസം വെള്ളവും കൂട്ടിയിട്ടാണ് അങ്ങേക്ക് അറഫയിലേക്ക് നടക്കല്, മിനയിലേക്കും വെള്ളം കടത്തിക്കൊണ്ടപ്പോക്ക്. അപ്പൊ തർവിയത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന ദിവസം. ഇന്ന് നമ്മൾക്ക് അതിന്റെ ആവശ്യമില്ല, ഇഷ്ടം പോലെ പൈപ്പ് തിരിച്ചാൽ അന്നേരം വെള്ളം കിട്ടും. എന്നാലും പേര് യൗമു തർവിയ എന്നല്ല, ദാഹം തീർക്കുന്ന ദിവസം. തർവിയത്ത്, നല്ല വെള്ളം കുടിച്ച് വയറ് നല്ല നിറക്കുന്ന ദിവസം. 8-ന്റെ നോമ്പ് പ്രത്യേകം സുന്നത്താണ്. അപ്പോ ദുൽഹിജ്ജന്റെ ആദ്യത്തെ 9 ദിവസം നോമ്പെടുക്കൽ മൊത്തത്തിൽ സുന്നത്തായതിന് പുറമെ 8-ന് വേറെ ഭാഗത്തിൽ കൂടിയും സുന്നത്ത്. അപ്പോ മൾട്ടി പവർ, ഡബിൾ ആക്ഷൻ. ആദ്യത്തെ 9 ദിവസത്തിൽ പെട്ടു എന്ന ശറഫ്.
8-ാം ദിവസത്തെ നോമ്പ് എന്ന കറാമത്ത് വേറെയും നല്ല പ്രതിഫലം കിട്ടും. ഇതിനേക്കാണ് എത്രയും ഊർജ്ജസ്വലമായ നോമ്പാണ് പിറ്റേത്തെ നോമ്പ്, 9ന്റെ നോമ്പ്, അറഫ നോമ്പ്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു 2 കൊല്ലത്തെ പാപം പൊറുപ്പിക്കുന്നു എന്നാണ്. 2 കൊല്ലത്തെ പാപം, ഈ കഴിഞ്ഞ 1 കൊല്ലത്തെയും വരാനിരിക്കുന്ന അടുത്ത കൊല്ലത്തെയും. അപ്പൊ ദീർഘായുസിനും കൂടി അതിൽ അറിയിപ്പുണ്ട് എന്നാണ്. ദോഷം ചെയ്യാൻ അല്ലാഹു തആല അയാളെ കൊണ്ട് സമ്മതിപ്പിക്കൂല, ദോഷത്തിൽ നിന്ന് അകറ്റിപ്പിടിക്കും. ഇനി ദോഷം ചെയ്താൽ തന്നെ തൗബ ചെയ്ത് ശുദ്ധിയാകാനുള്ള അവസരം കൊടുക്കുന്നു. അതിശക്തമായ നോമ്പാണ് അറഫ നോമ്പ്. അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9-ാം ദിവസത്തിലുള്ള നോമ്പ്. പിശാച് ഏറ്റവും അധികം അടിമിറ്റിലാകുന്നത്, പിശാച് നിന്ദ്യനാകുന്നത്, ഏറ്റവും അധികം നീചനും നിസാരനുമായി ഒന്നിനും കൊള്ളാത്ത രൂപത്തിൽ കാണപ്പെടുന്നത് അറഫാന്റെ ദിവസമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭൂമി ലോകത്ത് അത്രയധികം നരക നിവാസികളെ അല്ലാഹു തആല കണക്ക് ചോദ്യമില്ലാതെ രക്ഷപ്പെടുത്തുന്നുണ്ട് എന്നാണ്. റമദാൻ മാസത്തിൽ ഒഴിവാക്കിയതുപോലെ അറഫ ദിവസം വല്ലാതെ നരകമോചനം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിശാച് വല്ലാണ്ട് ഒരുങ്ങിപ്പോയി, ചത്തൊടുങ്ങിപ്പോയി. അപ്പൊ അത് സൂക്ഷിക്കാം. പിന്നെ പ്രത്യേകമായി വേണ്ടത് എന്താണെന്നറിയാവോ? ദുൽഹിജ്ജ 9, 10, 11, 12, 13 5 ദിവസം. 5 ദിവസങ്ങളിൽ നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ, അതായത് ഖളാ, സുന്നത്ത്, ഫർള്, അതുപോലെ എല്ലാ നമസ്കാരത്തിന്റെ ഉടനെയും 5 ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലണം. ഉടനടിയായി തക്ബീർ ചൊല്ലലാണ് ഏറ്റവും ശ്രേഷ്ഠത. നമസ്കാരം 2-ാം സലാം വീട്ടിയ ഉടനെ അല്ലാഹു അക്ബർ. പെരുന്നാളായി എന്ന് തോന്നിയ കല്ലേയായിരിക്കും. പെരുന്നാള് ആയിട്ടില്ല. പെരുന്നാൾ എപ്പോഴാ? 12-ാം തീയതി. 12-ന് പെരുന്നാൾ, തിങ്കളാഴ്ച. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇവിടെ ചില ആള് തെറ്റിക്കലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. തെറ്റ്, ഇങ്ങനല്ല, വായി പൂട്ടിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. 5 ദിവസങ്ങളിൽ ദുൽഹിജ്ജ 9, 10, 11, 12, 13 അറഫാന്റെ സുബഹി മുതൽക്കാൽ. അത് ഇമാമ് ചിലപ്പം മറന്നിട്ടുണ്ടാവും. 9-ന് നോമ്പ് എടുത്തിട്ട് വന്നിട്ട് സുബഹിസ്കരിച്ച് ഒന്നും ഉണ്ടെന്നുണ്ടാവില്ല. ഉസ്താദ് ചെല്ലാണ്ട് എങ്ങനെ ചെല്ലരുതെന്നൊന്നും വിചാരിച്ചു കൊണ്ട. എല്ലാവർക്കും ഇന്റർനാഷണൽ പെർമിറ്റാണ്. 5 ദിവസം. 5 ദിവസം എന്ന് പറഞ്ഞാൽ 23 വഖത്തുകളായി. ദുൽഹിജ്ജ 9-ന് 5 നമസ്കാരം, സുബ്ഹി, ദുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ. പിറ്റേന്നും ആയില്ല. 5, 5, 10, 15, 20. പിന്നെ 13-ന്റെ അന്ന് സുബ്ഹി, ദുഹ്ർ, അസ്ർ, മഗ്രിബ് ഇല്ല. പിന്നെ 23 വഖത്തുകളിൽ ചെയ്യപ്പെടുന്ന നമസ്കാരങ്ങൾ. അതാകുന്നോ ഖളാകുന്നോ വ്യത്യാസമില്ല. റകഅത്തിന്റെ കണക്കില്ല. സുന്നത്തെന്നോ ഫർളെന്നോ വ്യത്യാസമില്ല. ആണെന്നോ പെണ്ണെന്നോ ചെറിയവരെന്നോ വലിയവരെന്നോ ഒരു വ്യത്യാസമില്ല. ഒന്നുമില്ല. ജനാസ നമസ്കാരത്തിന്റെ ഉടനെയും പണം. ജനാസ നമസ്കാരം അതന്നെ. ജനാസ നമസ്കാരം മയ്യിത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് നിർവഹിച്ചാലും ശരി, ഖബറും പുറത്ത് നിർവഹിച്ചാലും ശരി, അതല്ല ഗായിബായിട്ട് പേര് വായിച്ചിട്ട് ഗായിബായിട്ട് നമസ്കരിക്കുന്നില്ലേ, മൺമറഞ്ഞ നമസ്കാരം, ആ നമസ്കാരത്തിന്റെയും ശേഷം വേണം. അത് ഉടനെ ചെയ്തില്ല എന്നതിന്റെ പേരിൽ ഖളാ ആകുന്നില്ല. പക്ഷേ അതിന്റെ ശരിയായ പ്രൈസ് നമസ്കാരം സലാം വീട്ടിയ ഉടനെ. കാരണം മുഖയ്യതായ തക്ബീറാണിത്, നമസ്കാരം കൊണ്ട് കണ്ടീഷനാക്കപ്പെട്ടത്. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലാഹു അക്ബർ, അല്ലാഹു. മിനിമം ചാർജ് 3 തക്ബീറാണ്. ചൊല്ലിയാലോ അറ്റമില്ല, എൻഡ്ലെസ്.
അല്ലെ നമ്മൾ 3 ചെല്ലുന്ന്, അപ്പൊ 13-15 ഒരു ദിവസത്തെ കലക്ഷൻ. അങ്ങനെ ഇല്ല, വസിക്കേറിയ പോലെയാണ്. അത് ചിലപ്പം 10 ആളുണ്ടാവും, ചിലപ്പോ 150 ആളുണ്ടാവും, ചിലപ്പോ ഇങ്ങനെ മേലെ ഏണിമ തൂങ്ങാനും ആളുണ്ടാവും ഉത്സവം മറ്റുണ്ടെങ്കിൽ. തക്ബീർ തുടങ്ങണോന്ന് മാത്രം അറ്റമില്ല. 3 തക്ബീർ ചുരുങ്ങിയാ ചൊല്ലണം. അത് നിർബന്ധമായി പാലിക്കാം. സുന്നത്തിനും വേണം, ഫർളിനും വേണം, ജനാസ നമസ്കാരത്തിനും വേണം, അദായിനും വേണം, ഖളായിനും വേണം. ഇത് മുഖയ്യദായ തക്ബീറാണ്, വളരെ ശറഫാക്കപ്പെട്ടതാണ്. എത്രത്തോളം പറയുന്നേ, സുബ്ഹിക്കും മഗ്രിബിനും 10-7 ദിക്റുകൾ ഉണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലാഹുമ്മ അജിർനി മിനന്നാർ. കാലനക്കുന്നതിന് മുമ്പ് ചൊല്ലണ്ടേ, അതിന്റെയും മുമ്പായിരിക്കലാ സുന്നത്ത്. ഏത്? ഈ തക്ബീർ. വെള്ളിയാഴ്ച വന്നാൽ 7 ഫാത്തിഹ, 7 ഇഖ്ലാസ്, 7 മുഅവ്വിദത്തൈനിയെല്ലാം ഓതുന്നില്ലേ, അതിനെ കാണിയും. അങ്ങനെയാ ഈ തക്ബീർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലായ തക്ബീർ ആയതുകൊണ്ട് അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ മഹാന്മാർ പറയുന്നു, വഇൻദഹു തഖ്ദീമുഹാ അലൽ അദ്കാരി കുല്ലിഹാ, എല്ലാ ദിക്റിനെക്കാണിയും മുമ്പ് ഈ തക്ബീർ അടിക്കണം. ഇത് മറന്നുകൊണ്ട. പിന്നെ മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാൽ പെരുന്നാൾക്ക് പ്രത്യേകമായ റിസർവേഷൻ തക്ബീർ. അതെപ്പോഴാ? പെരുന്നാൾ രാത്രി, പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ. 2 പെരുന്നാക്കുണ്ട്, 5 പെരുന്നാക്കുണ്ട്, ചെറിയ പെരുന്നാക്കുണ്ട്. പെരുന്നാൾ രാത്രി മഗ്രിബ് മുതൽക്ക് പെരുന്നാൾ നമസ്കാരത്തിൽ ആരംഭിക്കുന്നത് വരെയാണ്. അത് എഴുതാൻ വേണ്ടി പള്ളികളിൽ വെച്ചും തെരുവീതികളിൽ വെച്ചും, അത് അങ്ങാടിപ്പുറത്ത് വെച്ചും, വാഹനപ്പുറത്ത് വെച്ചും, അതുപോലെ കല്യാണ നിശ്ചയ മറ്റുണ്ടെങ്കിൽ അങ്ങനെയും വേണം, സമ്മേളനം ഉണ്ടെങ്കിൽ അതിലും വേണം, എല്ലാ സ്ഥലത്ത് വെച്ചും തക്ബീർ. സയ്യിനു അയ്യാദക്കും ബിത്തക്ബീർ ഖാല റസൂലുള്ളാഹി. പെരുന്നാളിന്റെ സ്ട്രോങ് എങ്ങനെ? പെരുന്നാൾ നല്ല മട്ടായിനോ ഗമ്മത്തായിനോ എന്ന് ചോദിക്കൂ. എത്ര കണ്ട് തക്ബീർ ചൊല്ലിയതിന് നിങ്ങൾ ആകാശഭൂമികൾക്കിടയിൽ തക്ബീർ ഇട്ടിട്ട് എത്രയാ നിറച്ചത്? അതിന് കണക്കായിട്ടേ തക്ബീർ എന്താവുള്ളൂ, പെരുന്നാൾ ഉഷാറാവുള്ളൂ. അപ്പൊ എന്ത് വേണോ? തക്ബീർ നല്ലോണം ചൊല്ലണം. അത് നമസ്കാരത്തിന്റെ ഉടനെ എന്നുള്ള കണ്ടീഷൻ ഇല്ല. അപ്പൊ നമസ്കാരത്തിന്റെ ദിക്റുകളെല്ലാം കഴിഞ്ഞിട്ടാ വേണ്ടത്. അത് ശ്രദ്ധിക്കാം. പിന്നെ പെരുന്നാൾ നമസ്കാരം പിന്നെ പറയാനേ ഇല്ല, വളരെ വിശേഷപ്പെട്ട നമസ്കാരം. വലിയ പെരുന്നാക്ക് നമസ്കാരത്തിന് പോകുമ്പോൾ കാലി വയറായിട്ട് നോമ്പുകാരെ പോലെ പോണോ? ഒന്ന് കട്ടൻ ചായ പോലും കുടിക്കാൻ പറ്റൂല. ചൂടുവെള്ളം പറ്റോ? അതും പറ്റൂല. സോഡയും പറ്റൂല, ഒന്നും പറ്റൂല. കാലി വയറായിട്ട്. അതേ സമയത്ത് ചെറിയ പെരുന്നാക്കോ ഭക്ഷണം കഴിച്ചിട്ടാ പോണ്ടത്. വ്യത്യാസമുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ചായ കുടിക്കാണ്ട് ചിലയാൾക്ക് കുത്തുപോതാൻ കഴിയില്ല പോലും. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കായും പയം പൊരിച്ചത് തിന്നാണ്ട് എന്താവൂല, ഈ കുത്തുവ കഴിയുന്നവരെ ഒന്നും ഇരിക്കാൻ കഴിയില്ല പോലും. ഇങ്ങനെ എന്ത് വേണോ, സുബി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ തിന്നോളൂ, കുടിക്കാനുള്ളത് കുടിച്ചോ, നോമ്പുകാർ തിന്നുന്ന പോലെ. എന്നാ കറാഹത്തിൽ നിന്ന് രക്ഷപ്പെടാം. വലിയ വഴിയിൽ കൂടി പോകണം, വാഹനം ഒന്നും എടുക്കാതെ ഒപ്പിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒപ്പിച്ച് പോകണം. ചെറിയ വഴിയിൽ കൂടി മടങ്ങി വരണം. ചെറിയ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കണം. സലാത്ത് ജാമിയ എന്ന് വിളിച്ചു പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന് മറുപടി കൊടുക്കൽ സുന്നത്ത്. അസ്സലാത്ത് ജാമിയ റഹ്മക്കുമുല്ലാഹ് 2 വട്ടം പറയണല്ലോ, ബാങ്കിന്റെ പേരിലും ഇഖാമത്തിന്റെ പേരിലും. അസ്സലാത്ത് ജാമിയ റഹ്മക്കുമുല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അസ്സലാത്ത് ജാമിയ റഹ്മക്കുമുല്ലാഹ്. ആ കേട്ട് എന്ന് പറഞ്ഞാൽ പോരാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. പിന്നെ വളരെ പേര് കേട്ട അമലാണ് ഉളുഹിയ്യത്ത്. ഉളുഹിയ്യത്തിന്റെ ആ രക്തം ഉറ്റുന്നതിന് മുമ്പായി പാപങ്ങൾ പൊറുക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അറുത്തിട്ട് ചോര തായിലേക്ക് വീഴുന്നതിന് മുമ്പ് തന്നെ പാപങ്ങളെല്ലാം അങ്ങ് നീങ്ങിപ്പോയി. ആ മൃഗത്തിന്റെ രോമത്തിന്റെ എണ്ണം അനുസരിച്ച്, അതുപോലെ അതിന്റെ കുളമ്പിന്റെ എണ്ണം അനുസരിച്ച്, എല്ലുകളുടെ എണ്ണം അനുസരിച്ച് പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അപ്പൊ ഉളുഹിയ്യത്തിൽ പങ്കെടുക്കാൻ സാധിച്ചാലും ഇല്ലെങ്കിലും ഉളുഹിയ്യത്തിന്റെ മൃഗത്തെ കാണുക, കുളിപ്പിക്കുക, തടവി കൊടുക്കുക, ഓമനിക്കുക, മുത്തം കൊടുക്കുക, ഇതെല്ലാം വലിയ കറാമത്തുള്ളതാണ്. ഉളുഹിയ്യത്തിന്റെ ഇറച്ചി എന്ന് പറഞ്ഞാൽ വളരെ 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 സിദ്ധൌഷധമാണ്. ലാഹിരിയും ബാത്തിനിയുമായ എല്ലാ രോഗങ്ങളും അതോടുകൂടി പാമ്പ കടന്നു പോകും.
ചില ആള് പറയലുണ്ട്, ഞാൻ പോത്തിറച്ചി കൂട്ടലില്ല, മൂരിയിറച്ചി എനിക്ക് പറ്റൂല, ആട്ടിറച്ചി തീരെ പറ്റൂല, ഒന്നും വരൂല, സ്റ്റോണും വരൂല, അത് കൊളസ്ട്രോളും വരൂല. എല്ലാറ്റിനെയും അടക്കി ഭരിച്ച് നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ള പവറുള്ള ബറക്കത്താക്കപ്പെട്ട മുതലാണ് സംസം വെള്ളം കഴിച്ചാൽ ഉളുഹിയത്തിന്റെ മാംസം. അതുകൊണ്ടല്ലേ അന്യ മതക്കാർക്ക് നമ്മള് ഉളുഹിയത്ത് തിന്നിട്ട് കൈ നക്കിക്കോളാന്ന് പറഞ്ഞു ഒരു അന്യ മതക്കാരൻ. കൊടുക്കാൻ പറ്റോ? ഇല്ല. ഇത് ഉളുഹിയത്തായത് കൊണ്ട് അത്ര കണ്ടീഷൻ മുസ്ഹഫ് പോലെ സൂക്ഷിക്കേണ്ടുന്ന അമലായില്ലേ. ഹിന്ദുക്കൾ ചോദിച്ച് ഇറച്ചി വേണോന്ന്, കൊടുത്തൂടല്ല. വാങ്ങിയ ആൾക്ക് കൊടുക്കാൻ പറ്റോ? അതും പറ്റൂല. പാകം ചെയ്തത് നക്കാൻ പറ്റോ? ഇല്ല. എത്രത്തോളം നമ്മൾ ഉളുഹിയത്തിന്റെ മാംസം കഴിച്ചിട്ട് നമ്മളെ കൈക്കെല്ലാം ഇറച്ചിയുണ്ട്, അത് കടലാസം കൊണ്ട് നമ്മൾ തോർത്തിക്കളയുന്നില്ലേ? അത് ഒരു അന്യ മതക്കാരൻ പറഞ്ഞു, ഞാൻ തുടച്ചോളാം ഉസ്താദ്, ഞാൻ ഈമ്പിക്കോളാന്ന്. പറ്റൂല. അത്രയധികം ശറഫാക്കപ്പെട്ട ഒരു ഭക്ഷണമാണ് ഉളുഹിയത്തിന്റെ ഭക്ഷണം. അപ്പോ ഉളുഹിയത്ത് അറക്കാൻ കഴിയുമെങ്കിൽ അറക്കാൻ നല്ലോണം തിന്നുകയും ചെയ്യാം. എനിക്ക് ഇറച്ചി പറ്റൂല, ഞാൻ ഹാർട്ടിന്റെ രോഗിയാന്ന്, ഒരു രോഗിയാന്നും പറയും വേണ്ട. തിന്നിട്ട് നിങ്ങൾ സ്ട്രെങ്ത് ഇവിടെ തെളിയിച്ചോളണം, പറഞ്ഞോളണം. നമ്മൾക്ക് ഉറൂസിനെയൊക്കെ വരേണ്ടതാണ്. അതാ പറയുന്നത്. വേണ്ട എത്ര തിന്നോളണം, കിട്ടുന്നിടത്തുനിന്നെല്ലാം ലൈൻ തിന്ന് വാങ്ങിക്കൊള്ളണം. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, വയല് ഇങ്ങനെ നീണ്ടുപോകും. പിന്നെ നമ്മളുടെ